ഹലോ, ഞാൻ കാശിക്കുട്ടൻ സ്കൂളിൽ നിന്ന് ബസ്സിൽ വരും. അപ്പം കൂട്ടാനായിട്ട് വന്നതാണ്. ഏട്ടൻ വീട്ടിലില്ലാത്തത് കൊണ്ട് നമ്മളെ തന്നെ കൂട്ടണം. നമ്മുടെ വഴിയിലൊക്കെ നിറച്ച് വെള്ളമായിട്ട് കിടക്കട്ടോ. എൻ്റെ കയ്യിലുള്ള കവറിനകത്ത് ഞാൻ അവൻ്റെ റെയിൻകോട്ടും പിന്നെ ഒരു ചെരുപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫോണും ഇടാമല്ലോ, അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കിനും നനയാതെ ഇട്ടിട്ട് പോരാലോ, കുറച്ച് ഫ്രീ ആയിട്ട് നടന്നു വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത്രയ്ക്കും ഡെക്കറേഷൻ്റെ ഒക്കെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ഫോണെല്ലാം കൂടെ ഒതുക്കി ഒന്ന് കൈ പിടിച്ചിട്ട് മഴയത്ത് അവനെ ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കണ്ടേ, അപ്പോൾ ചെന്ന് പിടിക്കട്ടെ കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. അല്ലെങ്കിൽ ഇവിടെ അടിപൊളി കേട്ടോ. ഞാൻ പുതിയ നാളെ തന്നത് ബാഗൊക്കെ ഞാൻ തോളിലിട്ടത്. കാശിക്കൂട്ടൻ റെയിൻകോട്ട് തന്നെ ഇടുവാണ്. അമ്മച്ചി ഞങ്ങൾക്ക് സ്ലിപ്പറും കൂടെ ഇടാനുണ്ട്, അതാകുമ്പോൾ കുറച്ച് സ്വാതന്ത്ര്യമായിട്ട് നടക്കാമല്ലോ. കണ്ടോ കണ്ടോ, ആയിട്ട് ഹലോ. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ റെയിൻകോട്ട് മേടിച്ച് തന്നിട്ടില്ല. ഇതുപോലെ മഴയത്ത് റെയിൻകോട്ടൊക്കെ ആയിട്ട് പോകണമെന്ന് വലിയ കൊതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കൊതി ഇപ്പം അങ്ങോട്ട് മാറി. ഇത് കണ്ടപ്പോൾ സന്തോഷമായില്ലേ? കാശിക്കൂട്ടൻ ആദ്യമായിട്ടോ ഇങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് സ്കൂളിൽ ഇട്ടിട്ട്. നമ്മളൊക്കെ സ്ഥിരം ഇതായിരുന്നു പരിപാടി. എന്നാ പാടത്തിൻ്റെ സൈഡിൽ കൂടെയും ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മാങ്ങ പറിക്കാനും ചാമങ്ങ പറിക്കാനൊക്കെ നടന്നിട്ട് രസമല്ലേ. രസമൊന്നും കാശിക്കൂട്ടിന് കിട്ടിയിട്ടില്ല. ഓക്കെ, സൂപ്പറാണോ? ഇഷ്ടപ്പെട്ടോ? ഇവിടുന്നൊക്കെ തന്നെ വെള്ളമൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ നാട്ടിലാണ് നമുക്ക് അറിയാം ഇത് ഏത് ചെളിക്കുട്ടിയിൽ വരുന്ന വെള്ളമാണ്. പക്ഷെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഇത് ഏത് ദിക്കിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന്. അയ്യോ, പക്ഷെ നമ്മുടെ അവിടുത്തെ വഴികളൊക്കെ പോലെ തന്നെയുണ്ട്. നമ്മുടെ തൊടുപുഴയിൽ ഒക്കെ ഉള്ള ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ പോലെ തന്നെയുണ്ട് ഇവിടെ. എനിക്കിഷ്ടമാണ്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കുളം നിറച്ചുള്ള കുളത്തിൻ്റെ അകത്തൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം, ഈ അടുത്തുള്ള വീട്ടിലുള്ളവർ വെള്ളം എടുക്കണമെന്ന് എനിക്ക് തോന്നണം. വെള്ളം കുറവുള്ളപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. കാശിക്കുട്ടൻ്റെ ഷൂ ഒക്കെ എൻ്റെ കയ്യിലിരിക്കുക. ഇവിടെ സൈഡിൽ കൂടെ പോകണം. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ സൈഡിൽ കൂടെ വാ. ഇങ്ങനെ ഇല്ല, ചില്ലറ കുളമൊന്നുമല്ല. അത് അവിടെ അങ്ങോട്ട് അങ്ങ് ആക്കി വിട്ടാൽ മതി, ആരും ചെയ്യത്തില്ല. കുഴപ്പമാണ്. വെള്ളമൊക്കെ എവിടുന്ന് ഒഴുകി വന്നാന്ന് അറിയത്തില്ല. വല്ല തൊഴുത്തിന്നൊക്കെ ഒഴുകി വന്ന വെള്ളമാണെന്ന് അറിയത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ കുളിക്കണം. കൈകാലം കഴുകിയിട്ട് കാര്യമില്ല. നീ കുളിക്കണം, ഞാൻ കൈകാലം കഴുകും. ഇല്ല, തന്നാന്ന് നോക്കണം. കൈ പിടിക്കാൻ പാ. വൈറ്റ് ആയിരുന്നെങ്കിൽ ഇതൊരു വെള്ളാട്ടക്കൊക്കിനെ പോലെ ഉണ്ടായേനെ. നല്ലപോലെ ചാട്. ശരിക്കും ഈ കുഞ്ഞിക്കാലിങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ തുള്ളി തുള്ളി നടന്ന് പോകണാണോ നല്ല രസമുണ്ടല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.